ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെ. യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൂതന പ്രചാരണ പരിപാടിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ ഉൾപ്പെടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നിർമ്മിത ബുദ്ധിയിലൂടെ സ്വാധീനിക്കാൻ ചൈന ഒരുങ്ങുന്നതായി മൈക്രോസോഫ്റ്റിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തെ 3 സൈനിക വിഭാഗങ്ങളുടെയും സംയുക്ത സമ്മേളനം പരിവർത്തൻ ചിന്തൻ നാളെ ന്യൂഡൽഹിയിൽ. IPL ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. രണ്ടാം മത്സരം ലക്നൌ സൂപ്പർ ജയൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. വിവിധ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമാണ്. INDA സഖ്യത്തിന് വ്യക്തമായ കാഴ്ചപ്പാടും വിശ്വാസ്യതയുമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബീഹാറിലെ നവാദയിലെ കുന്തിനഗറിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രികയെ പ്രീണന രേഖയെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. മുഖ്യമന്ത്രി നിതീഷ് കുമാറും NDAയിലെ ഘടകകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. BJP നേതാക്കൾക്കൊപ്പം NDAയിലെ മറ്റ് ഘടകകക്ഷികളും റാലിയിൽ പങ്കെടുത്തു. ഒരാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് റാലിയാണിത്. നേരത്തെ ജാമുയി നിയോജക മണ്ഡലത്തിൽ NDAയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശ്രീ മോദി തുടക്കം കുറിച്ചിരുന്നു. ചന്ദ്രാപൂർ, ഗഡ്ചിരോളി ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ശ്രീ നരേന്ദ്രമോദി നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ സന്ദർശിക്കും. മോർവ എയർപോർട്ട് ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തിൽ മുതിർന്ന BJP നേതാക്കളും മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യ നേതാക്കളും പങ്കെടുക്കും. കിഴക്കൻ വിദർഭയിലെ നാഗ്പൂർ, രാംടക്, ഹന്ദ്രാപൂർ, ഗഡ്ചിരോളി, ചിമൂർ, ഭണ്ഡാര ഗോണ്ടിയ എന്നിവ ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിൽ ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ 3 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേര് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ബനഗാവിൽ പ്രദീപ് ബിശ്വാസ്, ഉലുബേരിയയിൽ അസഹർ മൊലിക്, ഖട്ടാലിൽ ഡോക്ടർ പാപ്പിയ ചക്രവർത്തി എന്നിവരാണ് മത്സരിക്കുന്നത്. ഭാഗബൻഗോള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അഞ്ജു ബീഗം സ്ഥാനാർത്ഥിയാകുമെന്നും കോൺഗ്രസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെലങ്കാനയിൽ കോൺഗ്രസ് പ്രചാരണ പരിപാടികൾക്ക് മഹാപ്രചാരണ യോഗത്തോടെ ഇന്നലെ തുടക്കം കുറിച്ചിരുന്നു. രംഗറെഡ്ഡി ജില്ലയിലെ തുക്കുഗുഡയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്തു. രാജസ്ഥാനിലെ ജയ്പൂരിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംബന്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാവേലിക്കര മണ്ഡലത്തിലെ കുന്നത്തൂർ, ചെന്നിത്തല, പത്തനാപുരം എന്നിവിടങ്ങളിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി. UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഈ മാസം 19-നും 20-നും വയനാട്ടിലെത്തും. മണ്ഡലത്തിലെ വിവിധ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരത്തും കൊല്ലത്തും NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് പങ്കെടുത്തു. കേരളത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും BJP സീറ്റ് നേടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെ. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 204 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മത്സര രംഗത്തുള്ളത്. 2,77,49,159 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂതന പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ടേണിംഗ് 18, യു ആർ ദ വൺ എന്നീ സാമൂഹ്യ മാധ്യമ പ്രചാരണ പരിപാടികളിലൂടെ പരമാവധി യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളിലേക്ക്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടേണിംഗ് 18 എന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ യുവജന പങ്കാളിത്തം കുറവായിരുന്നു എന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് സമൂഹമാധ്യമത്തിലൂടെ നൂതന രീതിയിൽ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. യുവാക്കളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി പ്രത്യേക പ്രമേയങ്ങൾ ആവിഷ്കരിക്കും. രാജ്യത്തെ ഉത്തമ പൌരന്മാരെന്ന നിലയിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കുക എന്നത് യുവാക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് ബോധ്യപ്പെടുത്തുക എന്നതും പരിപാടിയുടെ ലക്ഷ്യമാണ്. തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്ന ഓരോരുത്തരുടെയും പരിശ്രമം അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് യു ആർ ദ വൺ പ്രചാരണ പരിപാടി. വോട്ടർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ, മാധ്യമങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയ വിഭാഗങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാകുന്നത്. കഥകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഇവരുടെ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും പൊതുസമൂഹത്തെ അറിയിക്കുക എന്നതാണ് യു ആർ ദ വൺ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവിധ അനുമതികൾ നൽകുന്നതിനായി സജ്ജമാക്കിയ സുവിധ പോർട്ടൽ ശ്രദ്ധേയമാകുന്നു.
20 ദിവസങ്ങൾക്കിടെ പോർട്ടലിൽ 73,000-ലധികം അപേക്ഷകൾ ലഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. റാലികൾ സംഘടിപ്പിക്കൽ, താൽക്കാലിക പാർട്ടി ഓഫീസുകൾ സ്ഥാപിക്കൽ, വീട് വീടാന്തരമുള്ള പ്രചാരണം, വീഡിയോ വാനുകൾ, ഹെലികോപ്റ്ററുകൾ, വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം, ലഘുലേഖ വിതരണം എന്നിവയ്ക്കായി രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുമതി നൽകുന്നത് ഏകോപിപ്പിക്കാനാണ് സുവിധ പോർട്ടൽ സജ്ജീകരിച്ചത്. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകാൻ യുവ പ്രൊഫഷണലുകളോട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അഭ്യർത്ഥിച്ചു. ബീഹാറിൽ IIM ബോധ്ഗയയുടെ 6ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ധൻഖർ. ഇന്നത്തെ യുവ മനസ്സും വിദ്യാർത്ഥികളുമാണ് ഇന്ത്യയുടെ ഭാവിയുടെ വിളക്ക് വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബോധ്ഗയയിൽ ഉപരാഷ്ട്രപതി സന്ദർശനവും നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിക്കുന്ന ഉള്ളടക്കങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ, അമേരിക്ക, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ചൈന ഒരുങ്ങുന്നതായി സാങ്കേതിക വിദ്യാ കമ്പനിയായ മൈക്രോസോഫ്റ്റിന്റെ മുന്നറിയിപ്പ്. 64 രാജ്യങ്ങളിലും യൂറോപ്യൻ യൂണിയനിലും ഈ വർഷം ദേശീയ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ചൈനീസ് ഭരണകൂട പിന്തുണയുള്ള സൈബർ സംഘങ്ങളും ഉത്തര കൊറിയയിൽ നിന്നുള്ളവരും ഈ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ലക്ഷ്യമിടുന്നതായി മൈക്രോസോഫ്റ്റിന്റെ ഭീഷണി മുന്നറിയിപ്പ് വിഭാഗം ആരോപിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പരിവർത്തൻ ചിന്തൻ എന്ന പേരിൽ 3 സൈനിക വിഭാഗങ്ങളുടെ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാന്റെ നേതൃത്വത്തിലാണ് ഒരു ദിവസത്തെ ചർച്ചകൾ നടക്കുക. എല്ലാ സൈനിക മേധാവികൾ, സൈനികകാര്യ വകുപ്പ്, ഹെഡ്ക്വാർട്ടേഴ്സ്, ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് മേധാവികൾ എന്നിവരുടെ ആദ്യത്തെ സമ്മേളനമാണിത്. സംയുക്തവും ഏകീകരണ ശ്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ആശയങ്ങളും സംരംഭങ്ങൾ, പരിഷ്കാരങ്ങൾ എന്നിവ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നതാണ് പരിവർത്തൻ ചിന്തൻ. വിശുദ്ധ റമദാൻ മാസം അവസാനത്തോടടുക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെയുള്ളവർ. പിറ കാണുന്നതിനും ആഘോഷങ്ങളുടെ തുടക്കം നിർണ്ണയിക്കാനും UAEയിൽ തിങ്കളാഴ്ച പ്രത്യേക സമിതി യോഗം ചേരും. ചന്ദ്രക്കല കണ്ടാൽ ഏപ്രിൽ 9 ഈദ് ആചരിക്കും. ഇല്ലെങ്കിൽ ഏപ്രിൽ 10 UAEയിൽ ഈദ് ആഘോഷം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചു. അതിഷി, സഞ്ജയ് സിംഗ്, ഗോപാൽ റായ് എന്നിവർ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ രാവിലെ ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ചു. കേസിലെ എല്ലാ തെളിവുകളും സാക്ഷിമൊഴികളും കെട്ടിച്ചമച്ചതാണെന്ന് സഞ്ജയ് സിംഗ് ആരോപിച്ചു. സർക്കാർ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം മദ്യ കുംഭകോണത്തിനും സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതിനും കെജ്രിവാളിനെതിരെ BJP ന്യൂഡൽഹിയിലെ പാലിക മാർക്കറ്റിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. AAPയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ അഴിമതിയുടെ പര്യായമായി മാറിയെന്ന് പാർട്ടി നേതാവ് ബെൻസൂരി സ്വരാജ് ആരോപിച്ചു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. 235 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഡൽഹി 205 റൺസിൽ പോരാട്ടം അവസാനിപ്പിച്ചു. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പെർത്തിൽ നടക്കുന്ന 5 മത്സരങ്ങളടങ്ങിയ ഹോക്കി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയ 2-4 ഗോളുകൾക്ക് ഇന്ത്യയെ പരാജയപ്പെടുത്തി. പെനാൽറ്റി കോർണറുകളിൽ നിന്ന് ജുഗ്രാങ് സിംഗ്, ഹർമത് പ്രീത് സിംഗ് എന്നിവർ ഇന്ത്യയ്ക്കായി ഗോൾ നേടിയെങ്കിലും ജെറമി ഹെവാർഡ്, ആൻഡേഴ്സൺ ജേക്കബ്, നഥാൻ എൻഫോസ് എന്നിവരുടെ ഗോളിൽ ഓസ്ട്രേലിയ വിജയിച്ചു. പരമ്പരയിലെ 3ാം മത്സരം ബുധനാഴ്ച നടക്കും. ഇന്ന് ലോകാരോഗ്യ ദിനം. ആഗോളതലത്തിൽ ആരോഗ്യകാര്യത്തിൽ ശരിയായ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ ആരോഗ്യ ദിനാചരണ പ്രമേയം. 450 കോടിയിലേറെ ജനങ്ങൾ അനുഭവിക്കുന്ന അവശ്യ ആരോഗ്യ സേവനങ്ങളുടെ അപര്യാപ്തതയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് പ്രമേയം. മണിപ്പൂരിൽ 2 സീറ്റുകളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടക്കും. ആദ്യഘട്ട വോട്ടെടുപ്പ് ഈ മാസം 19 നടക്കും. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. വംശീയ സംഘടനയെ തുടർന്ന് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കുന്ന വോട്ടർമാർക്കായി പ്രത്യേക പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. കേരളം ഉൾപ്പെടെ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെ. യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൂതന പ്രചാരണ പരിപാടിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ ഉൾപ്പെടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നിർമ്മിത ബുദ്ധിയിലൂടെ സ്വാധീനിക്കാൻ ചൈന ഒരുങ്ങുന്നതായി മൈക്രോസോഫ്റ്റിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തെ 3 സൈനിക വിഭാഗങ്ങളുടെയും സംയുക്ത സമ്മേളനം പരിവർത്തൻ ചിന്തൻ നാളെ ന്യൂഡൽഹിയിൽ. IPL ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. 2ാം മത്സരം ലക്നൌ സൂപ്പർ ജയൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.